താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. വിഴിഞ്ഞത്തിന്റെ നിശ്ചിത ചുറ്റളവിൽ സ്വകാര്യ വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നതിന് സർക്കാർ പ്രത്യേക പാക്കേജ് നൽകുമെന്ന് മന്ത്രി പി രാജീവ്. ആലുവയിൽ സംസ്ഥാന സർക്കാരിന്റെ വാണിജ്യ വ്യവസായ വകുപ്പ് ഡയറക്ടറേറ്റും KBIPും സംയുക്തമായി സംഘടിപ്പിച്ച സ്വകാര്യ വ്യവസായ പാർക്ക് ഡെവലപ്പേഴ്സ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ സൂരജ് എസ്, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് അഡീഷണൽ ഡയറക്ടർ. 28 അപ്പൊ മാർക്കിടുന്നവർക്കിടയിൽ ആത്മവിശ്വാസം ഉണ്ടാകണം, അതാണ് പ്രധാനം. അതുകൊണ്ടാണ് ഞങ്ങൾ നേരെ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്തേക്ക് പോയി. എല്ലാ ജില്ലയിലും മീറ്റ് ദ മിനിസ്റ്റർ, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒത്തിരിയേറെ അഭിപ്രായങ്ങൾ വന്നു, നിർദ്ദേശങ്ങൾ വന്നു, അതെല്ലാം കേട്ടു. പിന്നെ ഞങ്ങൾ കുറെ മാറ്റങ്ങൾ വരുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇൻസ്പെക്ഷൻ സിസ്റ്റം സെൻട്രലൈസ്ഡ് ആയിട്ട് കൊണ്ടുവന്നു. അതുപോലെ 3.5 വർഷം എന്നതിലേക്ക് മാറ്റി. അക്നോളജ്മെന്റ് എന്നുള്ളത് അപ്രൂവൽ, പ്രിൻസിപ്പൽ അപ്രൂവലാക്കി. അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കിന്റെ ഭേദഗതി വരുത്തി. ഇതുകൂടാതെ വലിയ നിക്ഷേപങ്ങൾക്ക് പുതിയ നിയമം കൊണ്ടുവന്നു. ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ബോർഡ് വന്നു, മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ട്. ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ കോ ചെയർമാനായി, ചീഫ് സെക്രട്ടറി ചെയർമാനായും ഇൻഡസ്ട്രീസ് സെക്രട്ടറി കൺവീനറുമായിട്ടുള്ള അതിന്റെ ഇംപ്ലിമെന്റിംഗ് എക്സിക്യൂട്ടീവ് സംവിധാനം വന്നു. ഇതുകൂടാതെ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉണ്ടായി. സ്മാർട്ട് വന്നു. ഇപ്പോ പഞ്ചായത്ത് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. മുനിസിപ്പൽ ചട്ടങ്ങൾ ഇപ്പോൾ ഭേദഗതി ചെയ്ത് വിജ്ഞാപനം ചെയ്യാൻ പോവുകയാണ്. ഇലക്ട്രിസിറ്റി മേഖലയിൽ കുറെ മാറ്റങ്ങൾ വരുത്തി. നമ്മൾ എല്ലാ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് റിഫ്രഷ്മെന്റ് കോഴ്സ് കൊടുത്തു. എല്ലാ പഞ്ചായത്തിലും ഒരു ഇന്റേണെ വെച്ചു. ഇങ്ങനെ നടത്തിയ വലിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വന്നപ്പോൾ നമ്മൾ 2026 ഒന്നാമത്തെ റാങ്ക് 2022 തന്നെയായി. അതാണ് അത് സാധ്യമായത് നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചതിന്റെ കൂടി ഭാഗമായിട്ടാണ്. വിഴിഞ്ഞത്തിന്റെ നിശ്ചിത ചുറ്റളവിൽ സ്വകാര്യ വ്യവസായ പാർക്ക് സ്ഥാപിക്കുന്നതിന് സർക്കാർ പ്രത്യേക പാക്കേജ് നൽകുമെന്ന് മന്ത്രി പി രാജീവ്. ആലുവയിൽ സംസ്ഥാന സർക്കാരിന്റെ വാണിജ്യ വ്യവസായ വകുപ്പ് ഡയറക്ടറേറ്റും KBIPും സംയുക്തമായി സംഘടിപ്പിച്ച കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വ്യവസായ പാർക്കുകൾ ആരംഭിച്ചവർക്കുള്ള ഡെവലപ്പർ പെർമിറ്റ് ചടങ്ങിൽ വിതരണം ചെയ്തു. നിലവിൽ 51 സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൽ 10 സ്വകാര്യ വ്യവസായ പാർക്കുകൾ പ്രവർത്തനം ആരംഭിച്ചു. വ്യവസായ വാണിജ്യ വകുപ്പ് ഡയറക്ടർ പി വിഷ്ണുരാജ് IAS ആമുഖ പ്രഭാഷണം നടത്തി. വ്യവസായ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് മുഖ്യപ്രഭാഷണവും നടത്തി. ഗുണങ്ങൾ ലഭിക്കുമോ, അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തിട്ടുള്ള പരമാവധി 3 കോടി രൂപ വരെ നൽകാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ അന്നു മുതൽ ഇതിന്റെ സംസ്ഥാനതല സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ ഓരോ യോഗത്തിലും ശ്രദ്ധിച്ചൊരു കാര്യം, ഇത് സംബന്ധമായിട്ട് വളരെ കാര്യമായ താല്പര്യമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ജില്ലാതല കമ്മിറ്റികൾ വളരെ ശുഷ്കാന്തിയോടുകൂടി കൃത്യമായിട്ട് സ്ഥലം സന്ദർശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളുമായി സംസാരിച്ച്, റവന്യൂ വകുപ്പുമായിട്ട് പ്രത്യേകം, കൂടാതെ വില്ലേജ് റെക്കോർഡുകളും താലൂക്ക് റെക്കോർഡുകളും പരിശോധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ താരതമ്യേന കൊള്ളാവുന്ന മെച്ചപ്പെട്ട രീതിയിലുള്ള റിപ്പോർട്ടുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട്. ഇവിടെ വ്യക്തമായിട്ടുള്ള നമ്മുടെ ഒരു തത്വശാസ്ത്രം